സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം മൂലം പൊറുതിമുട്ടി മലപ്പുറം എടരിക്കോട്ടെ നാട്ടുകാർ. പ്രദേശത്തെ 50ഓളം കുടുംബങ്ങളിലെ കിണറാണ് മലിനമായത്. രൂക്ഷമായ ദുർഗന്ധം കൂടാതെ കുട്ടികൾക്ക് രോഗങ്ങളും ബാധിച്ചിട്ടുണ്ട്. സ്ഥലത്ത് നിന്ന് മുബഷിർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷമായി ഒരു ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം ഒഴുകി വന്നത് മൂലം ജലം ഉപയോഗിക്കാൻ കഴിയാതെ ഏറെ ദുരിതത്തിലാണ് കോട്ടക്കലിലെ നാട്ടുകാർ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലെ പ്രദേശവാസികളാണ് ഒരു ആശുപത്രിയിൽ നിന്നും ഒഴുകി വരുന്ന മലിനജലം മൂലം പ്രയാസപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് നിരവധി തവണ പരാതിപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ഒഴുകി വരുന്ന ജലം വിദഗ്ധ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അയച്ചു. ആ ഒരു പരിശോധനയിൽ തന്നെ ഒരു കാരണവശാലും ആ വെള്ളം ഉപയോഗിക്കരുത്, അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും, അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരൊക്കെ തന്നെ സംഘടിച്ചുകൊണ്ട് ആശുപത്രിയോട് അത് പറഞ്ഞതാണ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികൃതരോട് പറഞ്ഞതാണ്. പക്ഷേ മാസം ഇത്ര കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കക്കൂസ് മാലിന്യമാണ് പറയപ്പെടുന്ന ആശുപത്രിയുടെ കക്കൂസ് മാലിന്യമാണ് നിങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് ഒഴുകി. അതെ ഞങ്ങളുടെ ജനവാസ വീട്ടിലെ കിണറ്റിലേക്ക് വരുന്നുണ്ട്. മദർസയിലെ കുട്ടികൾക്ക് വയറ്റിളക്കവും ഛർദിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൂലമാണ് ഞങ്ങളിത് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടി, ഭൂമിൻ്റെ അടിയിൽ കൂടി വരികയാണ് ഈ സീവേജ് വാട്ടർ. ഇതിൽക്ക് കിണറുകളിൽ ഉൾപ്പെടെതാണ്. ഈ മദർസയിൽ ഇപ്പോൾ 6 മാസം മുമ്പ് കംപ്ലീറ്റ് നന്നാക്കിയതാണ് അവർ. ഇപ്പോൾ അത് കിണർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. ആ കിണറ്റിൽ ചെറിയ സ്മെല്ല് വരുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്കൊക്കെ ഭയങ്കര പ്രശ്നം. രാത്രി ഈ റോഡ് സൈഡിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഇവിടുന്ന് പോകുന്ന മൂക്ക് പൊത്തിയിട്ട് തന്നെയാണ് സാധാരണ ഇവിടെ എല്ലാവരും പോകുന്നത്. പിന്നെ അവർ വരുമ്പോൾ മഴ പെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് പുറത്ത് കടിച്ച് മഴവെള്ളത്തിൻ്റെ കൂടെ ഒഴിവാക്കുകയാണ്. അപ്പോഴാണ് ഈ പരിസരത്ത് നന്നായിട്ട് സ്മെല്ല് വരുന്നത്. കുടിവെള്ളം മാത്രമല്ലാന്നേ, നമ്മൾ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടികൾ കൈ കഴുകാൻ പോലും ആ വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്. അത്ര അധികം ആരോഗ്യ പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവർ വേറൊരു തേർഡ് പാർട്ടിക്ക് ഇത് ഡ്രൈനേജ് എടുത്ത് കൊണ്ടുപോകാനായിട്ട് കൊടുത്തത്, ആ ടീം ഈ പരിസരത്ത് തന്നെ കൊണ്ടുപോയി അത് തള്ളുന്നത് ജനങ്ങൾ കൈയോടെ പിടിക്കുകയും മറ്റും ചെയ്തപ്പോൾ പിന്നെ അവരിപ്പോൾ ഇങ്ങോട്ട് വരാണ്ടായി. അതോടെയാണ് വീണ്ടും നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടെ വന്നിട്ടുള്ളത്. തീരുമാനം ആവണമെങ്കിൽ ഞങ്ങൾ പൊതുസമൂഹം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതിന് മുന്നിൽ നിരാഹാരം എടുക്കാനുള്ള പരിപാടികളും സമരസമിതിയായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് ഞങ്ങൾ. അത് ഞങ്ങൾ എങ്ങനെയാലും സമരമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണ വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സംവിധാനം, പരിഹാര നടപടി ആശുപത്രി അധികൃതർ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നാട്ടുകാർ ഒരുപോലെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ കോട്ടക്കൽ.